നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു ജയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയൻ എപ്പിസോഡ് എന്ന് കേട്ടപ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിച്ചു കാണും, എന്താണ് ഇനി ജയനെ കുറിച്ച് പറയാനുള്ളത്? മരണപ്പെട്ട് 44 വർഷങ്ങൾക്ക് ശേഷവും ജയനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും അതിൽ കൂടുതൽ എന്ത് പറയാൻ? എങ്കിൽ നിങ്ങൾ കേൾക്കുക. ജയനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1980 നവംബർ 16 മദ്രാസിലെ ഷോലാവാരം എയർപോർട്ടിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നകന്ന ജയൻ 44 വർഷങ്ങൾക്ക് ശേഷവും മലയാളത്തിന്റെ എവർഗ്രീൻ ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ ജയന്റെ കഥകൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ചോദിച്ചു, ജയൻ ബിസിനസ് ഉണ്ടായിരുന്നോ? ശരിക്കും ജയൻ ബിസിനസ്സുകാരനായിരുന്നു. ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച ശേഷം കൊച്ചിയിലെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് നടത്തിയ ബിസിനസ്സുകൾ. ഇന്നും ജയനൊപ്പമുള്ള പല ആൾക്കാരുമുണ്ട്. ഏറെ പ്രായമെത്തിയെങ്കിലും അവർക്കും അറിയാം പല കഥകളും. ഏതായാലും സിനിമയിൽ അദ്ദേഹം പല കഥാപാത്രങ്ങൾ നിറഞ്ഞാടി. അതുപോലെ തന്നെ ജീവിതത്തിലും പല വേഷങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൊല്ലംകാരുടെ ഓലയിൽ പൊന്നച്ചൻ വീട്ടിലെ കൃഷ്ണൻ നായർ ജയനായ കഥയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളുമൊക്കെ നമുക്ക് ഒരുപാട് പറയുവാനുണ്ട്. അപ്പോൾ ജയന്റെ കഥകൾ ഒന്നുകൂടി കേട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ യാത്രകൾ. സിനിമാ മോഹവുമായി കൊച്ചിയിൽ ഇങ്ങനെ നടക്കുന്ന കാലത്ത് ജയന് ഫോട്ടോഗ്രാഫുകളോട് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ജയൻ തന്റെ സുഹൃത്തായ ജോയിയുടെ സ്റ്റുഡിയോയിൽ പോയി വ്യത്യസ്തമായ വേഷത്തിലുള്ള കുറേ ഫോട്ടോകൾ എടുപ്പിച്ചു. സിനിമയിൽ പ്രവേശിക്കാൻ ഒരുപക്ഷെ ഈ ഫോട്ടോകൾ ഉപകരിച്ചേക്കുമെന്ന് കരുതിയിരുന്നു. പിന്നീട് ജയൻ സിനിമയിൽ വന്ന് പോപ്പുലർ ആയപ്പോൾ ആ ഫോട്ടോകളിൽ പലതും ജോയി തന്റെ സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിച്ചു. മലയാള സിനിമയിലെ സുപ്രസിദ്ധ നടൻ മമ്മൂട്ടി സിനിമാ മോഹവുമായി നടന്നിരുന്ന കാലമായിരുന്നു പിന്നീട്. ഈ ജോയ് സ്റ്റുഡിയോയിൽ പോകാറുമുണ്ടായിരുന്നു അദ്ദേഹം. സ്റ്റുഡിയോ ഉടമ ബേബി മമ്മൂട്ടിയുടെയും സുഹൃത്തായിരുന്നു. അന്ന് ജയനെ കുറിച്ചുള്ള വിവരങ്ങൾ മമ്മൂട്ടി ബേബിയോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. സ്റ്റുഡിയോയിൽ ഷോയ്ക്ക് വെച്ചിരുന്ന ജയന്റെ ഫോട്ടോകൾ മമ്മൂട്ടി എപ്പോഴും ശ്രദ്ധിക്കും. ജയൻ മോട്ടോർ സൈക്കിളിൽ ഗൗരവഭാവത്തിലിരിക്കുന്ന ഒരു ഫോട്ടോ മമ്മൂട്ടിയെ വല്ലാതെ ആകർഷിച്ചിരുന്നതായി മമ്മൂട്ടി തന്നെ പിന്നീട് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കാലത്താണ് 1972 കൊല്ലം കേന്ദ്രമാക്കി കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നാന സിനിമാ വാരിക ആരംഭിച്ചത്. നാനയ്ക്ക് ധാരാളം വായനക്കാരെ ലഭിച്ച ഒരു കാലമായിരുന്നു അത്. പല ജില്ലകളിലും നാനയുടെ പ്രചരണാർത്ഥം നാന റീഡേഴ്സ് ഫോറം രൂപീകരിക്കപ്പെട്ടു. എറണാകുളത്ത് നാന റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ജയനായിരുന്നു. ഈ ഫോറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും സുഹൃത്തുക്കളും എറണാകുളത്ത് പല പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിരുന്നു. അന്നൊക്കെ എറണാകുളത്ത് പ്രകൃതി ദുരന്തം, തീപിടുത്തം, വാഹനാപകടം മുതലായവ സംഭവിച്ചാൽ ജാവയിൽ കുതിച്ചെത്തി ജീവൻ പോലും പണയം വെച്ച് സാഹസികമായി രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രി എത്തിക്കുകയുമൊക്കെ ജയൻ ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തിരുന്നെങ്കിലും ജയൻ കുടുംബകാര്യമോർത്ത് ആശങ്കപ്പെടുകയും ചെയ്തു. നേവിയിൽ നിന്നുള്ള ജയന്റെ വരുമാനം കൊണ്ട് മാത്രമാണ് കുടുംബം കഴിഞ്ഞു വന്നത്. ജോലിയൊന്നും ശരിയാവാതിരുന്ന അനുജനും ജീവിതാവശ്യങ്ങൾ കൂടി വന്നിരുന്നു. ജയന്റെ ആവശ്യങ്ങളും അധികരിച്ചിരുന്നു. പലപ്പോഴും സാമ്പത്തിക വിഷമം നേരിട്ടു. നേവിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അതാത് ദിവസത്തെ ചെലവ് കഴിഞ്ഞു പോകുന്നവെന്നല്ലാതെ ഭാവിയിലേക്ക് സമ്പാദിക്കുവാൻ ഒന്നുമില്ലായിരുന്നു. ചീഫ് പെറ്റി ഓഫീസർ പദവിയിലിരുന്ന ജയന് 700 രൂപയായിരുന്നു അക്കാലത്ത് ശമ്പളം. നേവിയിലെ ശമ്പളം തനിക്കും അമ്മയ്ക്കും അനുജനും ഒരു കാര്യത്തിനും തികയില്ല എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ നായർ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിൽ കണ്ടെത്തുവാനും രാജ്യസ്നേഹം മുഖമുദ്രയാണെങ്കിലും നീണ്ട 15 വർഷക്കാലം നേവിയിൽ ജോലി ചെയ്തപ്പോഴുണ്ടായ വിരസതയും മറ്റും ഒരു തൊഴിൽ നേടാൻ അദ്ദേഹം ബാധ്യസ്ഥനായി. അങ്ങനെയാണ് ബിസിനസ് രംഗത്തും സിനിമാ രംഗത്തും ശ്രമിച്ചു നോക്കാനായിരുന്നു കൃഷ്ണൻ നായർക്ക് താല്പര്യം. അങ്ങനെ 1972 ഓഗസ്റ്റ് അവസാനം ജയൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു. ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ നിന്നും സബ് ലഫ്റ്റനന്റ് പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് അദ്ദേഹം രാജിവെച്ചത്. നേവിയിൽ നിന്നും വിരമിച്ച ശേഷം കുറച്ചു ദിവസം ജയൻ കൊല്ലത്തുണ്ടായിരുന്നു. ആ സമയം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ക്ലബിലും കൊല്ലം QSAയിലും ഫുട്ബോളും ടെന്നീസും റെമിയും കളിക്കുവാൻ എത്തുമായിരുന്നു. ഒരു ദിവസം കൊല്ലം പോലീസ് ക്ലബിൽ സുഹൃത്തായ TK ജലാലുദ്ദീൻ മുസ്ലിയാർ മുഖേന സിനിമാ നിർമ്മാതാവായ സ്റ്റാൻലിയുമായി പരിചയപ്പെട്ടു. കൃഷ്ണൻ നായർക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കാര്യം മുസ്ലിയാർ സ്റ്റാൻലിയോട് പറഞ്ഞു. സ്വകാര്യമായി പറഞ്ഞതാണെങ്കിലും നേവിയിൽ നല്ലൊരു ഉദ്യോഗമുണ്ടായിരുന്നു ഈ മനുഷ്യൻ അത് കളഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുകയാണെന്നും പറഞ്ഞു. അത്ഭുതം തോന്നുന്നു എന്ന് സ്റ്റാൻലിയും പറഞ്ഞു. ഇയാളെ പോലെ സിനിമാ മോഹവുമായി നടക്കുന്ന ചില ചെറുപ്പക്കാർ പലയിടത്തുമുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഈ സ്റ്റാൻലിക്ക് തന്റെ ഒരു സിനിമയിൽ കൃഷ്ണൻ നായരെ നായകനാക്കേണ്ടി വന്നത് മറ്റൊരു ചരിത്രം. കൊല്ലം QSAയിലെ കളി കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളും ജയൻ ആത്മസുഹൃത്തായ PK ബാലചന്ദ്രൻ തമ്പിയുടെ കുണ്ട്രയിലുള്ള തമ്പി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ പോയി സംസാരിച്ചിരിക്കും. അവിടെ തുണി വാങ്ങാനെത്തുന്നവർക്ക് തുണി എടുത്തു കൊടുത്ത് ഒരു സെയിൽസ്മാനെ പോലെ തന്നെ തമ്പിയെ സഹായിക്കുകയും ചെയ്യും. ജയൻ നേവി ജീവിതം അവസാനിപ്പിച്ചെങ്കിലും കൊച്ചിൻ ടൂറിസ്റ്റ് ഹോം ഒഴിയാതെ അവിടെ തന്നെ താമസം തുടർന്നു. നന്ദകുമാർ, ജോയി, ജെറോം തുടങ്ങിയവരോടൊപ്പം തന്നെ കൂട്ടുകൂടി നടന്നു. മെക്കാനിക് ശിവന്റെ രവിപുരത്തിലുള്ള ശിവ ഓട്ടോ ഗ്യാരേജിലും വന്ന് സൗഹൃദം പങ്കിട്ടു. അപ്പോഴൊക്കെ രവിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും നടത്തും. നേവിയിലെ ജോലി രാജിവെച്ചതിൽ പിന്നെ കുറച്ചു കാലമേ ജയൻ തന്റെ ജാവ ബൈക്ക് ഉപയോഗിച്ചുള്ളൂ. നേവി വിട്ടതിനു ശേഷം ബോംബെയിൽ പോയി ബോംബെ മലയാളി സമാജത്തിലെ ചില പരിചയക്കാരെ കണ്ട് വിദേശത്ത് ജോലി ശരിയാക്കാനാണ് ജയൻ ആദ്യം ശ്രമിച്ചത്. ബോംബെയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബൈക്ക് വിൽക്കാൻ ജയൻ തീരുമാനിച്ചു. മെക്കാനിക്ക് ശിവനോട് കാര്യവും പറഞ്ഞു. ശിവൻ എറണാകുളത്തെ ഫ്രാൻസിസ് എന്ന സുഹൃത്തിനെ കൊണ്ടുവന്ന് വലിയ നഷ്ടമൊന്നുമില്ലാതെ ജയന്റെ ജാവ ബൈക്ക് അയാൾക്ക് വിറ്റു. ജയൻ എന്ന നടനെ ഓർത്തിരിക്കാൻ ഇതുപോലെ കുറെ കാര്യങ്ങൾ മതി.
പക്ഷേ അദ്ദേഹത്തിന് ഒരു കുടുംബമില്ലായിരുന്നു, അദ്ദേഹം വിവാഹിതനല്ലായിരുന്നു, അദ്ദേഹത്തിന് മക്കളില്ല, അതായത് പിൻഗാമികളൊന്നുമില്ല. എങ്കിലും ഇന്ന് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഒരു നല്ല പ്രതിബിംബം തന്നെയായി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു എപ്പിസോഡുമായി എത്താം.